എല്ലാവർക്കും നമസ്കാരം. ന്യൂമറോളജിയുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. ഇതിൽ നമ്മൾ പറയാൻ പോകുന്നത് ലോഷു ഗ്രിഡ് എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ചാണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും ലോഷു ഗ്രിഡ് എന്ന്. അത് പറയാൻ കാരണം ഈ ചൈനയിലെ മറ്റൊരു രാജാവ് ഉണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ പേര് ലോഷു എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് വരൾച്ച, ദുരിതം, അങ്ങനെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദൈവത്തിനോട്, ബുദ്ധനോട് പ്രാർത്ഥിച്ചു ഇതിനൊരു പരിഹാരം കാണണമെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്ന ദർശനം കിട്ടി, ഒരു നദീതീരത്തേക്ക് പോകാൻ. അദ്ദേഹം ആ നദീതീരത്തേക്ക് പോകുന്നു. ആ നദീതീരത്തേക്ക് പോകാൻ നേരത്ത് അവിടെ അദ്ദേഹം ഒരു ആമയെ കാണുന്നു. ആ ആമയുടെ പുറന്തോടിൽ ഒരു നമ്പേഴ്സ് ആലേഖനം ചെയ്തിരിക്കുന്നു, ഒരു പ്രത്യേക പാറ്റേണിൽ. അപ്പോൾ അദ്ദേഹം ആ നമ്പേഴ്സ് കണ്ട് അത് പ്രോസ്പെരിറ്റിയുടെ ഒരു പാറ്റേൺ ആണെന്ന് മനസ്സിലാക്കി അതുപോലത്തെ ഒരു യന്ത്രം ഉണ്ടാക്കി, അതായത് ആ നമ്പർ ആലേഖനം ചെയ്ത് യന്ത്രം ഉണ്ടാക്കി സൂക്ഷിക്കുകയും ആ രാജ്യത്ത് ദുരിതങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറിയെന്നാണ് വിശ്വാസം, കഥ. ലോഷു എന്ന് പറയുന്ന രാജാവിൻ്റെ പേര്, അതുകൊണ്ട് തന്നെ ലോഷു ഗ്രിഡ് എന്ന് പറയും. നമുക്കറിയാം ഭാരതത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട്. നമ്മളിവിടെ യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ ചിലപ്പോൾ മന്ത്രങ്ങൾ എഴുതി വെച്ച യന്ത്രങ്ങൾ അല്ലെങ്കിൽ സംഖ്യകൾ എഴുതി വെച്ച യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അത് വീട്ടിൽ സൂക്ഷിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട്. ശ്രീചക്രം പോലെയുള്ള യന്ത്രങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന അറിയാലോ. അത് മാത്രമല്ല, സംഖ്യകൾ ആലേഖനം ചെയ്ത യന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചിലർ കയ്യിൽ സൂക്ഷിക്കാറുണ്ട്, ചിലർ വീട്ടിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു പ്രോസ്പെരിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു യന്ത്രമാണിത്. അപ്പോൾ അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെയും എൻ്റെ എല്ലാവരുടെയും ന്യൂമറോസ്കോപ്പ് എങ്ങനെ എഴുതണമെന്ന് ബേസ് ചെയ്യുന്ന, എന്തിനെ ആധാരമാക്കി എഴുതണമെന്ന് ബേസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് എന്ന് പറയുന്നത് ഈ ലോഷു ഗ്രിഡാണ്. ഈ പ്രോസ്പെരിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ലോഷു ഗ്രിഡ്. അതിൻ്റെ ഒരു പാറ്റേൺ ഞാൻ കാണിക്കാം. ഇതാണ് അതിൻ്റെ പാറ്റേൺ. ഇങ്ങനെയാണ് ആ ആമയുടെ പുറത്ത് ആലേഖനം ചെയ്യപ്പെട്ടിരുന്നത് എന്നാണ് പറയുന്നത്. ഇത് നമ്പേഴ്സാണ് എല്ലാം. 1 മുതൽ 9 വരെയുള്ള നമ്പറുകളാണ് ഈ ഗ്രിഡിലുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. ഇത് ഇങ്ങനെ കൂട്ടിയാൽ 4, 9, 2 ഇങ്ങനെ കൂട്ടിയാൽ 15 കിട്ടും. 3, 5, 7 ഇങ്ങനെ കൂട്ടിയാലും 15 കിട്ടും. 8, 1, 6 ഇങ്ങനെ കൂട്ടിയാലും 15 തന്നെ കിട്ടും. ഇനി അങ്ങനെയല്ല, നമ്മളത് വെർട്ടിക്കലായിട്ടാണ് കൂട്ടുന്നത്. 4, 3, 8 ഇങ്ങനെ കൂട്ടിയാലും 15 ആണ്. 9, 5, 1 ഇങ്ങനെ കൂട്ടിയാലും 15 ആണ്. 2, 7, 6 ഇങ്ങനെ കൂട്ടിയാലും 15 ആണ്. ഇനി ഡയഗണലായിട്ട് കൂട്ടിയാലോ, 4, 5, 6 ഇങ്ങനെ കൂട്ടിയാലും 15 ആണ്. 2, 5, 8 ഇങ്ങനെ കൂട്ടിയാലും 15 ആണ്. അപ്പോൾ ഇതൊരു മാജിക്കൽ ഡയഗ്രാം ആണിത്. അപ്പോൾ ഇതിനെയാണ് ലോഷു ഗ്രിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, ഈ ലോഷു ഗ്രിഡ് ചൈനയിൽ മാത്രമേ ഉണ്ടായുള്ളൂ, നമ്മുടെ ഭാരതത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായില്ലല്ലോ, എല്ലാത്തിൻ്റെയും തുടക്കം ഇവിടുന്നാണല്ലോ. പക്ഷെ ഉണ്ടെന്നുള്ളതാണ് സത്യം. ഗണേശ ലക്ഷ്മി യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രമുണ്ട്. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കാണാം. ആ ഗണേശ ലക്ഷ്മി യന്ത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതേ രീതിയിലാണ് സംഖ്യകൾ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പണ്ടേ ഇവിടെ ഉണ്ടായിരുന്നു എന്നർത്ഥം. ഗണേശനും ലക്ഷ്മിയും പ്രോസ്പെരിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഗണേശനും ലക്ഷ്മിയും. നമുക്കറിയാം, ഇപ്പോഴും വീടുകളിൽ നമ്മൾ ഫോട്ടോ വെക്കുമ്പം ഗണപതിയുടെയും ലക്ഷ്മിയുടെയും ഫോട്ടോ വെക്കാൻ മറക്കാറില്ല. പ്രോസ്പെരിറ്റിയാണ് അത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പം ഗണേശ് ലക്ഷ്മി യന്ത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇതേ മെത്തേഡിലാണ്. അതേപോലെ സൂര്യയന്ത്രത്തിലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, എന്നാലും ഇതുപോലെ തന്നെയാണ് ഏകദേശം വരച്ചിരിക്കുന്നത്. ഗണേശ് ലക്ഷ്മി യന്ത്രം പ്യൂറായിട്ട് ഇതുപോലെയാണ്. അപ്പോൾ പ്രോസ്പെരിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ചാർട്ടിനെയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്രത്തെയാണ്, ഈ ഒരു സിസ്റ്റത്തിനെയാണ് നമ്മൾ ലോഷു ഗ്രിഡ് എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് എന്ന് പറയുന്നത്. നമ്മളുടെ ഓരോരുത്തരും ന്യൂമറോസ്കോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ന്യൂമറോസ്കോപ്പ് നമുക്ക് അറിഞ്ഞിരിക്കണം. അതിനനുസരിച്ച് നമുക്ക് എഴുതി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ന്യൂമറോസ്കോപ്പ് ഉണ്ടാക്കുന്ന എന്തിനാ? നമ്മളെങ്ങനെയാണോ നമ്മുടെ ഹോറോസ്കോപ്പ്, ജ്യോതിഷത്തിൽ നമ്മുടെ ജാതകം ഉപയോഗിക്കുന്നത്, അതുപോലെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ ന്യൂമറോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഡയഗ്രാം എല്ലാവരും സാധിക്കുമെങ്കിലൊന്ന് വരച്ച് വയ്ക്കുക. കാര്യം നിങ്ങളുടെ ന്യൂമറോസ്കോപ്പ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത് വേണം. അപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ന്യൂമറോസ്കോപ്പ് എന്നുള്ളത് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ മറ്റൊരു കാര്യവുമായി വരാം.